മമ്മൂട്ടിയെയും വിനായകനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ തിയേറ്ററുകളിലെത്തി. ക്രൈം ഡ്രാമയായി ഒരുക്കിയ ചിത്രത്തിൽ വിനായകൻ നായകനും മമ്മൂട്ടി വില്ലനുമായിട്ടാണ് എത്തുന്നത്. മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. ഇത് വമ്പൻ തൂക്കിയടി. നിറഞ്ഞാടി മമ്മൂട്ടി, ഒപ്പം വിനായകനും. കളങ്കാവൽ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ ഇതാ വന്നെത്തി. ത്രില്ലടിപ്പിച്ച് മമ്മൂട്ടിയും വിനായകനും, ഒരു രക്ഷയുമില്ല. കത്തിക്കയറിയിരിക്കുകയാണ് മമ്മൂട്ടി. അടിമുടി ഗംഭീര വർക്ക്. തിയേറ്റർ കത്തിച്ചിരിക്കുകയാണ് കളങ്കാവൽ. പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന മമ്മൂട്ടി ചിത്രമാണ് കളങ്കാവൽ. ആദ്യ ഷോകൾക്ക് ശേഷം മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് എങ്ങു നിന്നും ലഭിക്കുന്നത്. പ്രകടനം കൊണ്ട് മമ്മൂട്ടിയും വിനായകനും ഞെട്ടിച്ചുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. മമ്മൂട്ടിയുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായി കളങ്കാവൽ മാറുമെന്നും പ്രതികരണങ്ങൾ ഉയരുന്നു. ചിത്രത്തിന്റെ തിരക്കഥയും കഥപറച്ചിൽ രീതിയും സംവിധാനവും സോഷ്യൽ മീഡിയയിലെ മികച്ച അഭിപ്രായം നേടുന്നുണ്ട്. പുതുമ നിറഞ്ഞ രീതിയിലാണ് പരിചിതമായ കഥയെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയുടെ ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ തന്നെ മികച്ച പ്രതികരണങ്ങൾ വന്നു തുടങ്ങി. ഈ പടത്തിൽ മമ്മൂട്ടിയെ കാണുമ്പോൾ അടിച്ചു കൊല്ലാൻ തോന്നും. അമ്മാതിരി വില്ലൻ അഭിനയം തലക്കി പിടിച്ച് ഭ്രാന്തായ ലോകത്തിലെ ആദ്യ നടനെന്നൊക്കെയാണ് ആരാധകർ പറയുന്നത്. മമ്മൂക്കയ്ക്ക് ആദ്യത്തെ 100 കോടി ക്ലബ്ബ് ഇത് തന്നെ. എന്റെ പൊന്നോ, എന്തുവാടെ ചെയ്തു വെച്ചേക്കുന്നെന്നും ആരാധകർ ചോദിക്കുന്നു. വില്ലന്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് കളങ്കാവലിൽ കാണാൻ സാധിക്കുന്നത്. അടുത്ത വർഷം സ്റ്റേറ്റ് അവാർഡ് മോഹിച്ച് ആരും ഈ വഴി വരണ്ട. കാരണം ഇത് മൂപ്പര് തൂക്കി. ലിസ്റ്റിൽ ഒന്നാമനായി തന്നെ മമ്മൂട്ടിയുണ്ടാകും. 400-ലധികം സിനിമകൾ ചെയ്ത ഒരു സൂപ്പർ സ്റ്റാറിന്റെ തികച്ചും വ്യത്യസ്തമായ അഭിനയം തന്നെയാണ് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു മമ്മൂട്ടി ചിത്രത്തിന് ഫുൾ പോസിറ്റീവ് എവിടെയും നിന്നും കാണാൻ സാധിക്കുന്നത്. എവി പോസിറ്റിവിറ്റി ഡിസംബർ ഇത് മമ്മൂട്ടി എടുത്തിട്ടുണ്ട്. മറ്റൊന്നും തന്നെ ഈ ചിത്രത്തെക്കുറിച്ച് പറയാനില്ല. നമുക്കറിയാം, വേഷപ്പകർച്ചയുടെ രാജാവാണ് മമ്മൂട്ടി. പിടിച്ചെടുത്തുന്ന കളങ്കാവൽ സിനിമ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. തിയേറ്ററിൽ ഒരു മമ്മൂട്ടി ചിത്രത്തിനായി 8 മാസത്തോളമാണ് നാം മലയാളികൾ കാത്തിരുന്നത്. ആ കാത്തിരിപ്പിനൊരു ഫലമുണ്ടായി. ഒരു നഷ്ടവുമില്ല പറയാൻ. അത് അടിവരയിട്ട് നമുക്ക് പറയാൻ പറ്റും. വേഷപ്പകർച്ചകൾ കൊണ്ട് വിസ്മയിപ്പിച്ച മമ്മൂട്ടിക്ക് ഇത് നിസാരമെന്ന് നമുക്ക് തോന്നും. അദ്ദേഹത്തിന്റെ സ്ഥാനം മലയാള സിനിമയിൽ എന്താണെന്ന് വീണ്ടും അരക്കെട്ട് ഉറപ്പിക്കുന്ന സിനിമ തന്നെയാണ് കളങ്കാവൽ. മലയാളം ഏറെ പ്രതീക്ഷിക്കാവുന്ന ഒരു സംവിധായകനെ കൂടി കളങ്കാവൽ എന്ന ചിത്രത്തിലൂടെ നമുക്ക് കിട്ടി. മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ജിതിൻ കെ ജോസ് സംവിധാനം നിർവഹിച്ച ചിത്രമാണിത്. ദുൽഖർ സൽമാന്റെ ഏറെ പ്രശംസ നേടിയ കുറുപ്പ് എന്ന ചിത്രത്തിന്റെ കഥയൊരുക്കിയ ജിതിൻ ഏറെ പ്രശംസ നേടിയിരുന്നു. സംവിധായകനും ജിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. 8 മാസത്തിന് ശേഷമാണ് മമ്മൂട്ടി ചിത്രം എത്തുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രം കൂടി എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. യഥാർത്ഥ സംഭവത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് തീർത്തും വ്യത്യസ്തമായ അടിമുടി സിനിമാറ്റിക്കായ തിരക്കഥയാണ് കളങ്കാവലിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. നത്തെന്ന് വട്ടപ്പേരുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിലെ ജയകൃഷ്ണൻ എന്ന പോലീസ് വേഷത്തിൽ വിനായകൻ എത്തുമ്പോൾ സ്റ്റാൻലി ദാസ് എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തുന്നു. ജയകൃഷ്ണന്റെ അന്വേഷണത്തിലുണ്ടാവുന്ന ദുരൂഹതകളും അതിലേക്ക് സ്റ്റാൻലി ദാസ് എത്തിച്ചേരുന്നതോടെ മറ്റൊരു വഴിത്തിരിവിലേക്ക് ചിത്രം പോവുകയാണ്. വേഷപ്പകർച്ചകൾ കൊണ്ട് എന്നും ഞെട്ടിക്കുന്ന മമ്മൂട്ടി സാധാരണയിൽ നിന്നും നായക നടന്മാർ ചെയ്യേണ്ട ധൈര്യപ്പെടാത്ത കഥാപാത്രത്തെയാണ് കളങ്കാവലിൽ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിനും വേഷപ്പകർച്ചയിലും കയ്യടിയും നേടുന്നുണ്ട്. സൂക്ഷ്മ അഭിനയത്തിൽ തന്നെ വെല്ലാൻ മറ്റൊരാളുമില്ലെന്ന സ്റ്റാലിൻ ദാസ് എന്ന കഥാപാത്രത്തിലൂടെ മമ്മൂട്ടി വീണ്ടും മലയാള സിനിമയിൽ കാണിച്ചു തരികയാണ്. തിരുവനന്തപുരം ഭാഷയിലാണ് മമ്മൂട്ടിയുടെ സംഭാഷണം. യൂണിഫോം ഇല്ലാത്ത പോലീസ് വേഷത്തിൽ മികച്ച പ്രകടനം വിനായകനും കാഴ്ചവെക്കുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.